ഷംന ഷാനവാസ് നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്ന് ഞാൻ സുന്ദരമായ കാലും നെക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുക്കാപ്പവൻ്റെ ജോഡി പാദസരങ്ങളാണ്. അഥവാ 6 ഗ്രാമിൻ്റെ വലിയവർക്കുള്ള മുക്കാപ്പവൻ്റെ വലിയവർക്കുള്ള ജോഡി പാദസരങ്ങളും അതിന് മാച്ച് ചെയ്ത് അതേ ഡിസൈനിൽ തന്നെ വരുന്ന കുഞ്ഞു മാലകളുമാണ്. അപ്പോൾ മാലകൾ ഞാൻ ചിലതിൽ 3 ഗ്രാം വെച്ചിട്ടുണ്ട്, ചിലതിൽ 4 ഗ്രാം, ചിലതിൽ 6 ഗ്രാം. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ കാണിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഏകദേശം നമുക്കൊരു ജോഡി പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാദസരം മാലയും കൊണ്ട് ഒരു സെറ്റായിട്ട് വരാൻ വേണ്ടിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, പരിചയപ്പെടാം. നിങ്ങൾ മാക്സിമം മറ്റുള്ളവരോട് നമ്മുടെ കളക്ഷൻസിനെ കുറിച്ചും നമ്മുടെ ഷോപ്പിനെ കുറിച്ചും എല്ലാം പറയണം. നമ്മുടെ ചാനലിനെ കുറിച്ചും ഡെയിലി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ VIS 916 ഹോർമാർക്ക് തീർത്തതല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം അല്ലേ, കുറേ പേർക്ക് പെട്ടെന്ന് കാണാനുള്ള ആകാംക്ഷയായിരിക്കും. അപ്പം മുക്കാപ്പവൻ്റെ വലിയവർക്കുള്ള ജോഡി പാദസരങ്ങളും അതിന് മാച്ച് ചെയ്ത മാലകളും കൂടെയാണ്, 6 പിടി മാലകളും കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം പരസ്പരം ചെയിനാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ജോഡിയായിട്ട് അല്ലേ, നല്ല ജോഡിയായിട്ട്. ഞാൻ ഒരു കാലിൽ തന്നെ ഉണ്ടോ 2 പാദസരം കൂടെ ഇട്ടേക്കുന്നത് ജോഡിന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ജോഡി മുക്കാപ്പവൻ്റെ പാദസരവും നമുക്ക് പരസ്പരത്തിൻ്റെ ഒരു 4 ഗ്രാമിൻ്റെ മാലയാണ്. നമുക്കിത് സ്റ്റാർട്ടിങ് വരുന്നത് അരപ്പവൻ്റെ ജോഡി പാദസരം വരും. പരസ്പരമാണെങ്കിൽ മാലയാണെങ്കിൽ 2 ഗ്രാമിൻ്റെയും ജോഡി വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് മുക്കാപ്പവൻ്റെ പാദസരം കാണിക്കണതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി വെയിറ്റ് കൂടിയത് അരപ്പവൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, കണ്ടോ മാലകൾ നിങ്ങൾ ആദ്യം നോക്കി, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വി ചെയിനിൽ ബോൾസാണ് വരുന്നത്. വൈറ്റ് ഗോൾഡ് ബോൾസും കൂടെ വരുന്നു. അതിന് മാച്ച് ചെയ്ത പാദസരവും ഞാൻ പെയറായിട്ട് ഇട്ടേക്കണതാണ്. ഇതേ കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ അതേപോലെ വൈറ്റ് ഗോൾഡിൻ്റെ ബോൾസൊക്കെ ഇട്ട് വരുമ്പോൾ കാണാൻ നല്ലൊരു ക്യൂട്ടായിരിക്കും. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പരസ്പരം പാദസരവും ചെയിനും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന മോഡലുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമുക്ക് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈൻ പർച്ചേസും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഞാൻ അടുത്ത മോഡൽ കാണിക്കാം. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ബോംബെ ചെയിൻ തന്നെ വെക്കാം. ആദ്യം പാദസരം ഇടാം, പിന്നെ മാല ഇടാം. ഓക്കെ, മാല ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അരപ്പവൻ്റെ കേട്ടോ, അരപ്പവൻ്റെ മാലയാണ്. ബോംബെ ചെയിനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തത് നോക്കിക്കോ, നമ്മുടെ ബോംബെ ചെയിൻ അഥവാ ഉർവശി ചെയിൻ്റെ പാദസരമാണ് ഫസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മുക്കാപ്പവൻ ജോഡി വരുന്ന പാദസരം, നല്ല പരന്ന് കിടക്കണം, നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ അരപ്പവൻ്റെ ഒരു മാല. കണ്ടോ, അരപ്പവൻ്റെ നല്ലൊരു ക്യൂട്ടായിട്ട് അതിൻ്റെ കൂടെ ലോക്കറ്റ് വെച്ചിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ സിംഗപ്പൂരിൻ്റെ ലോക്കറ്റൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതാണ് ജോഡിയായിട്ട് വെച്ചേക്കുന്നത്. ബോംബെ ചെയിൻ അഥവാ ഉർവശി ചെയിൻ കേട്ടോ, പേര് മറക്കണ്ടാരും. ഇനി അടുത്തത് നമ്മുടെ മുക്കാപ്പവൻ്റെ ജോഡി കർബ് ചെയിൻ. അടുത്ത ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കർബ് ചെയിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് 2 ഗ്രാം മുതൽ അതിൻ്റെ മാല നമുക്ക് അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണിത്. 2 ഗ്രാം തൊട്ട് മാലയോ അരപ്പവൻ തൊട്ട് ജോഡി പാദസരം നമുക്ക് കിട്ടും. മുക്കാപ്പവനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് മാച്ച് ചെയ്ത് ഞാനിവിടെ വെച്ചേക്കുന്നത് നമ്മുടെക്ക് ഒരു 3 ഗ്രാമിൻ്റെ ഒരു മാലയും കൂടിയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല സിമ്പിളായിട്ട് കേട്ടോ, മുക്കാപ്പവൻ്റെ 3 ഗ്രാമിൻ്റെയും കൂടെ. 3 ഗ്രാം എന്ന് വെച്ചാൽ മാല നല്ല സിമ്പിളാണ്, കുറച്ചും കൂടെ കാണാൻ ഭംഗി. അതിന് കൂടെ കുഞ്ഞു പെൻഡൻ്റൊക്കെ ഇട്ടാൽ നല്ല ക്യൂട്ടായിരിക്കും. കണ്ടല്ലോ. അപ്പോൾ മുക്കാപ്പവൻ്റെ കർബ് പാദസരം വിത്ത് നമുക്കൊരു 3 ഗ്രാമിൻ്റെ കർബ് ചെയിനും കൂടി. ഇനി ഞാൻ അടുത്ത മോഡൽ കാണിക്കാം. അടുത്ത ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബോക്സ് ചെയിനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2.5 ഗ്രാമിൻ്റെ ഒരു ബോക്സ് ചെയിൻ്റെ മാലയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് മുക്കാപ്പവൻ്റെ തന്നെ ബോക്സിൻ്റെ പാദസരമാണ്. ഇതുണ്ടോ, നല്ല ഭംഗി തന്നെ, നല്ല സിമ്പിളായിട്ട് ഞാൻ ജോഡി ഇട്ടേക്കണം. ഒരു കാലിൽ തന്നെയാണ് ഇട്ടേക്കണത്.
അത്രയും സിമ്പിളായിട്ടാണ് കിടക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിമ്പിൾ വരുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും. കുറേ പേർക്ക് സിമ്പിളും കുറേ പേർക്ക് കുറച്ച് കാണാനുള്ള മോഡലൊക്കെ ഇഷ്ടം. അപ്പോൾ അതിന് തന്നെ മാച്ചായിട്ട് ഒരു 3 ഗ്രാമിൻ്റെ ഒരു ബോക്സ് ചെയിനും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 2 ഗ്രാമിൻ്റെ ആണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എത്ര എമൗണ്ടിലാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതൽ എടുക്കാനുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3/4 പവൻ്റെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 1/2 പവൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടല്ലോ. ഇനി ഞാൻ അടുത്ത മോഡൽ കാണിച്ചു തരാം. അടുത്ത നമ്മുടെ 3/4 പവൻ്റെ പാദസരം എന്ന് പറയുന്നത് സെറ്റ് ചെയ്തേക്കണം. നമ്മുടെ സ്വന്തം പരന്താച്ചെയിനാണ്. അത് 3/4 പവനിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയോടുകൂടി. നമുക്ക് ഈ പരന്താ ചെയിനും നമ്മുടെ ബോംബെ ചെയിനൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം പരന്നിട്ട് കാണാൻ നല്ല ഡിസൈനിൽ തന്നെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? പരന്നിട്ട് നല്ലൊരു ചെയിനായിട്ടിരിക്കുന്നത്. നല്ല സ്ട്രോങ് കൊളുത്തൊക്കെ ഉൾപ്പെടെയാണ് വന്നേക്കുന്നത്. ജോഡി 3/4 പവനിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ 3/4 പവൻ്റെ തന്നെ ഒരു മാലയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1/2 പവൻ്റെ ഉണ്ടാവും. ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു 3/4 പവൻ. കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി എനിക്ക് തോന്നിയത് ഒരു 3/4 പവൻ്റെ ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ തന്നെ ഒരു 6 പിടിയുടെ നമ്മുടെ പരന്ത ചെയിനാണ് ഇതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈവേ ചെയിൻ. എല്ലാവരും ചോദിക്കും കേട്ടോ, ഹൈവേ ചെയിൻ കിട്ടുമോ എന്നുള്ളതേ. ഹൈവേ ചെയിൻ തീർച്ചയായിട്ടും കിട്ടും. അതിൻ്റെ കൂടെ ഒരു മാലയും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹൈവേ ചെയിൻ ആദ്യം പാദസരം നോക്കിക്കോ നിങ്ങൾ. നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് കൊളുത്തോടുകൂടി ആദ്യം പാദസരം നോക്കിക്കോ. നമ്മുടെ സ്വന്തം ഹൈവേ ചെയിനാണ് വെച്ചേക്കണം. നല്ല ഗ്ലേസിങ്ങോട് കൂടി രണ്ടും കൂടെ ഒരു കാലിലാണ്ട് ഇട്ട് വെച്ചേക്കുന്നത്. നോർമലി 10.5 ഇഞ്ചിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. 3/4 പവൻ ചോടി പാദസരങ്ങൾ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. നല്ല ഗ്ലേസിങ്, നല്ല തിന്നായി. നമ്മുടെ ഈ ഒരു ഹൈവേ ചെയിൻ കുറച്ച് തിന്നായി 3/4 പവനിൽ വന്നപ്പോഴത്തേക്കും. നല്ല ഭംഗിയിൽ തന്നെ അല്ലേ? നിങ്ങൾക്ക് അതിശയമായിരിക്കും 3/4 പവനിലൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും കിട്ടും. നല്ല ഭംഗിയോട് കൂടി തന്നെ നല്ല തിന്നായിട്ട് വന്നേക്കുക. കണ്ടല്ലോ, സ്ട്രോങ് കൊളുത്തോടു കൂടി. അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു 5.5 ഗ്രാമിൽ വരുന്ന ഒരു മാലയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല 6 പിടിയിൽ തന്നെ 5.5 ഗ്രാമിൽ വരുന്ന ഒരു മാലയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് സച്ചിൻ ചെയിനും ഗാംഗുലി ചെയിനും കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ വെച്ചിട്ടില്ല. ഗാംഗുലി ചെയിനൊന്നും അധികം ആരും അങ്ങനെ കൊണ്ടുപോകണില്ല. അപ്പം ഞാൻ അതാണ് ഇനി ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഞാനത് അടുത്ത് ഞാൻ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കരിമണിയില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കരിമണി. ആ കരിമണി വെച്ച് തന്നെയുള്ള പാദസരമാണ് 3/4 പവൻ്റെ. നല്ല ഭംഗിയായിട്ട് തന്നെ അല്ലേ? രണ്ടും കൂടി ഒരുമിച്ചാണ് ഇട്ടേക്കണം. കാരണം നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്തത് ഞാനൊരു വെച്ചേക്കണമെന്ന് വെച്ചാൽ ഒരു 3 ഗ്രാമിൻ്റെ കരിമണി മാലയും കൂടി വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് ലോക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല. കരിമണി എപ്പോഴും നല്ല ട്രെൻഡ് അല്ലേ? അതുമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ലോക്കറ്റില്ലാതെ നമുക്ക് ഇടാൻ പറ്റും. കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കരിമണി പാദസരവും കരിമണി മാലയും. ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ പേളും ഒക്കെ ഉണ്ട് കേട്ടോ. പേളിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ പേളും കിട്ടും. പേളിൻ്റെ തന്നെ നമുക്ക് പാദസരം കിട്ടും 3/4 പവൻ്റെ വിത്ത് നമുക്ക് മാലയും കിട്ടും. മാല നിങ്ങൾക്ക് അറിയില്ല, മാല ഞാൻ വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാല നമുക്ക് നൈസ് ഇതേപോലെ കരിമണിയിൽ 3 ഗ്രാമിൻ്റെ മാല വരും. പിന്നെ നെക്ലസ്സുകൾ വരും 3/4 പവൻ്റെ 1 പവൻ്റെ ഒക്കെ ഇട്ട്. ഈ മുന്തിരിക്കോല പോലത്തേക്ക് ഇല്ലേ, അങ്ങനത്തെ നെക്ലസ്സും ഒക്കെ വരും. അതാണ് ഞാൻ സെറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ കാണിച്ചത് അങ്ങനെ നെക്ലസ്സും മാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ നമുക്ക് പേൾ ഇഷ്ടമുള്ളവർക്ക് പേളും, കരിമണി ഇഷ്ടമുള്ളവർക്ക് കരിമണി, പരസ്പരം ഇഷ്ടമുള്ളവർക്ക് പരസ്പരം, ഏതും ആയിക്കോട്ടെ. നല്ല വെറൈറ്റി ആയിട്ട് 3/4 പവനിൽ ജോഡിയിൽ വരുന്ന പാദസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതും ആയിക്കോട്ടെ, കരിമണിയെങ്കിൽ കരിമണി, നമ്മൾക്ക് പേളെങ്കിൽ പേള്, പരസ്പരമെങ്കിൽ പരസ്പരം, അങ്ങനെ ഏതും ആയിക്കോട്ടെ നമുക്ക് 3/4 പവനിൽ ജോഡി വരുന്ന പാദസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ട്. അതിന് പെയറായിട്ട് വരുന്ന ചെറിയ വെയിറ്റിൻ്റെ മാല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ 3/4 പവൻ്റെ പാദസരങ്ങൾ കണ്ടല്ലേ? ജോഡി 10.5 ഇഞ്ചിൽ വരുന്ന വലിയവർക്കുള്ള 3/4 പവൻ്റെ പാദസരങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അതിൻ്റെ കൂടെ തന്നെ പെയറായിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റിൽ തന്നെ വരുന്നത് അതേ ഡിസൈനിൽ തന്നെ വരുന്ന കുഞ്ഞു മാലകളും കൂടെ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ മാലകളായിട്ട് എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാദസരമെങ്കിൽ പാദസരം, മാലയെങ്കിൽ മാല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നുള്ളൂ. ജോഡിയായിട്ട് എടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം 3/4 പവനിൽ നിങ്ങൾക്ക് റെയറായിട്ടായിരിക്കും ജോഡി നിങ്ങൾ കണ്ടേക്കണം അല്ലേ?
അതും BIS 916 ഹോൾമാർക്ക് നല്ല അടിപൊളി ആൻഡ് ക്യൂട്ടായിട്ടുള്ള മോഡൽസാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വെറൈറ്റി ആൻഡ് ക്യൂട്ട് വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുവരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്. നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.